സൗദി. സ്ക്രീനിൽ കാണുന്നത് സൗദിയിലെ സ്ത്രീകളുടെ നാഷണൽ ഫുട്ബോൾ ടീമാണ്. ഡ്രൈവിംഗ് പോലും അലൗ ചെയ്യാതിരുന്നൊരു സമൂഹമായിരുന്നു സൗദി, അല്ലേ? നമുക്കറിയാം 10 കൊല്ലം മുമ്പ് അവിടെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷെ ഇന്ന് സൗദിയിൽ സ്വന്തമായിട്ട് സ്ത്രീകളുടെ ഫുട്ബോൾ ടീം വരെ ഉണ്ട്. ഈ മാറ്റം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ആരും കേട്ടിട്ടുണ്ട് സൗദിയിലുള്ള യുക്തിവാദ മൂവ്മെന്റ്? ആരും കേട്ടിട്ടില്ല. ചിലപ്പോൾ അവിടെ യുക്തിവാദം പറഞ്ഞാൽ ചിലപ്പോൾ തലവെട്ടിക്കളയായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ മാറ്റം വരുന്നു? അതൊന്നും ഉത്തരം വേണ്ട. ഡോക്കിൻസിന്റെ ടൂൾ എടുക്കുന്നവർക്ക് ഉത്തരം വേണം. അവിടെ നടന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1930-കളിലാണ് സൗദിയിൽ എണ്ണ കണ്ടുപിടിക്കുന്നത്, ഓയിൽ കണ്ടുപിടിക്കുന്നത്. സ്ക്രീനിലുള്ളത് അമേരിക്ക ആൻഡ് അറബ് കൊളാബറേഷനോടുകൂടി ഓയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന ജിയോളജിസ്റ്റുകളാണ്. അങ്ങനെ അവരുണ്ടാക്കുന്ന കമ്പനിയാണ് അറാംകോ, അറബിക് അമേരിക്കൻ കമ്പനി. അങ്ങനെ സൗദിയിൽ പൈസ കുമിഞ്ഞു കൂടുന്നു. ഒരു 2016 ഏതാണ്ട് ആ കാലഘട്ടം ആകുമ്പോഴത്തേക്കും സൗദി കുടുംബത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇനി എണ്ണ കൊണ്ട് അധികം നിൽക്കാൻ പറ്റില്ല. അന്ന് അവർ കൊണ്ടുവരുന്ന അനൗൺസ്മെന്റ് ആണ് സൗദി വിഷൻ 2030. അന്ന് അവർ പറയുന്നത്, ഞങ്ങൾ ഓയിലിൽ നിന്ന് മാറി ടൂറിസം, മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവം ഇതിലേക്ക് ഞങ്ങൾ പോകുന്നു. കാരണം അല്ലാതെ നമുക്ക് പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന മാറ്റം എന്താണ്? മതഗ്രന്ഥങ്ങളോ മതവിമർശനമാണോ ഇവിടെ വർക്കാവുന്നത്? അല്ലെങ്കിൽ ഈ മതവിമർശനം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആരും അവിടെ ഖുറാൻ 4:34 സ്ത്രീ വിരുദ്ധമാണ്, ഖുറാന്റെ 5:10 UDHRന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടല്ല അവിടെ മാറ്റം തന്നെ. അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സാമ്പത്തിക മാറ്റം, അതായത് നമ്മൾ ടൂറിസത്തിലേക്ക് പോകുന്നു, നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നു എന്ന സംഭവം വരുമ്പോൾ ഈ സ്ത്രീകൾ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഈ മാറ്റം വരുമ്പോൾ എന്താണ്? ഒരുപാട് വിഭാഗം മനുഷ്യർ പണിയെടുക്കണം, വെളിയിൽ നിന്ന് ആളുകൾ വരണം, വെള്ളക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നില്ല, അവർ പർദ്ദയിട്ട് നടക്കാൻ പറ്റുന്നുള്ള സംഭവം അവിടെ വർക്കാവത്തില്ല. ഇതാണ് സമൂഹത്തിലെ ചേഞ്ചസ് ഡ്രൈവ് ചെയ്യുന്നത്. മതഗ്രന്ഥങ്ങളിലുള്ള വൈറസിൽ നിന്ന് മുക്തമാവുകയല്ല അവിടെ ചെയ്യുന്നത്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങൾ മാറുന്നു. അതാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.